അഴിമതിക്കാരെയും പോലീസിലെ ക്രിമിനലുകൾക്കെതിരെയും നാവ് ഉയർത്തിയതിന് PV അൻവറിനെ ED വിട്ട് പേടിപ്പിക്കാമെന്ന് ആരും കരുതണ്ട. കേരളത്തിൽ പിണറായി വിജയനും ദില്ലിയിൽ നരേന്ദ്രമോദിയും തമ്മിലുള്ള അവിശുദ്ധ അന്തർധാര ഒരിക്കൽ കൂടി പുറത്തായിരിക്കുകയാണ്. PV അൻവർ എന്ന ജനപ്രതിനിധിയെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ കഴിയാത്തവർ കേന്ദ്ര ഏജൻസികളെ വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. അൻവർ UDFനൊപ്പം ചേരുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ ED നോട്ടീസ് എത്തുന്നു. ഇത് വെറുമൊരു നോട്ടീസല്ല, മറിച്ച് പിണറായി വിജയനും BJPയും തമ്മിലുള്ള ഡീലിന്റെ തെളിവാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും കേന്ദ്രത്തിലെ സംഘപരിവാർ ഭരണകൂടവും ഒരേ താല്പര്യത്തോടെ അൻവറിനെ വേട്ടയാടുന്നു. സ്വന്തം നേതാക്കൾക്കെതിരായ കേസുകൾ മരവിപ്പിക്കാൻ BJPയെ സഹായിക്കുന്ന CPIM അൻവറിനെ കുടുക്കാൻ അതേ BJPയുടെ കാല് പിടിക്കുന്നു. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണ്. ഈ ഒത്തുകളി കേരളം തിരിച്ചറിയുക തന്നെ ചെയ്യും. അൻവർ UDFന് പിന്തുണ നൽകുന്നത് മലബാറിലെ ഇടതുകോട്ടകൾ ഇളകാൻ കാരണമാകും എന്ന് CPIM ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി BJPയുടെ സഹായത്തോടെ കേന്ദ്ര ഏജൻസികളെ രംഗത്തിറക്കുകയാണ്. കരുവന്നൂർ മുതൽ സ്വർണ്ണക്കടത്ത് വരെ നീളുന്ന കേസുകളിൽ CPIM നേതാക്കളെ BJP സംരക്ഷിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കവെയാണ് അൻവറിനെ തളയ്ക്കാൻ ഇരു പാർട്ടികളും കൈകോർക്കുന്നത്. കേരളത്തിൽ ഭരണപക്ഷ നേതാക്കൾ പ്രതിക്കൂട്ടിലായ പല ED കേസുകളിലും ED അന്വേഷണം മന്ദഗതിയിലാകുമ്പോൾ അൻവറിനെതിരെ ഇത്ര വേഗത്തിൽ നോട്ടീസ് എത്തിയത് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവായിരുന്നു എന്ന് UDF ചൂണ്ടിക്കാണിക്കുന്നു. അൻവറിനെതിരെയുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. സർക്കാരിന്റെ അഴിമതിക്കും പോലീസിലെ ക്രിമിനൽ സംഘങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയതിനാണ് അൻവറിനെ ഇപ്പോൾ ED നോട്ടീസിലൂടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതെന്നും അവരുടെ ആരോപണം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA ആയ PV അൻവറിനെ നോട്ടീസ് അയച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അടുത്ത എൻട്രിക്ക് കാലുവെച്ചത്. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ സ്വത്തിൽ 50 കോടി വർധനവുണ്ടായി എന്നാണ് EDയുടെ കണ്ടെത്തൽ. വിജിലൻസ് എടുത്ത കേസിന്റെ തുടർച്ചയായിട്ടാണ് ED കേസെടുത്തത്. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിലാണ് ED അന്വേഷണം. ഒരേ വസ്തു വെച്ച് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വ്യത്യസ്ത വായ്പകൾ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. നേരത്തെ അൻവറിന്റെ സ്ഥാപനങ്ങളിൽ അടക്കം 6 ED പരിശോധന നടത്തിയിരുന്നു. PV അൻവറിന് ദുരൂഹമായ ബെനാമി ഇടപാടുകൾ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ. CPIMന് വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന ഏജൻസിയായിട്ട് ED മാറിയിരിക്കുകയാണ്. അതും അൻവറും UDFും തമ്മിൽ കൈകോർത്ത ഈ നിമിഷത്തിൽ അൻവർ UDFും ചേരുന്നതിലുള്ള വിഭ്രാന്തിയാണ് ഇതിന് പിന്നിൽ. BJP CPIM അവിശുദ്ധ കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. UDF പ്രാദേശിക നേതൃത്വം പറഞ്ഞത് ഇപ്രകാരമാണ്: വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അൻവറിന്റെ സ്വാധീനം UDFന് കരുത്താകും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അൻവറിനെ ജയിലടച്ചോ കേസുകളിൽ നിന്നും പെടുത്തിയോ നിശബ്ദനാക്കാമെന്നത് അധികാരവർഗത്തിന്റെ വ്യാമോഹം മാത്രമാണ് എന്ന് അൻവർ അനുകൂലികളും വ്യക്തമാകുന്നു. CPIMും BJPയും തമ്മിലുള്ള അവിശുദ്ധ അന്തർധാര ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടാനുള്ള ഒരു വലിയ അവസരമായി ഈ ED നോട്ടീസ് മാറിയിരിക്കുകയാണ്. ആ നോട്ടീസിനെല്ലാം കീറിയെറിയുന്ന ഒരു ജനവിധി ഉണ്ടാകും ഇനി നമുക്ക് കാണാനായിട്ട്.